俺がけじめをつける。 Dracarys. Say my name. ജുറാസിക് വേൾഡ് റീബർത്ത് അഥവാ അനോക്കോണ്ട ദ ഹണ്ട് ഫോർ ബ്ലഡ് ഓർക്കിഡിന് കോങ് സ്കൾ ഐലൻഡിൽ ഉണ്ടായ ഒരു ഐറ്റം. വെറുതെ പറയുന്നതല്ല, ഇതിന്റെ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, ഇതിൽ കാണുന്ന ക്യാരക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ടും സംഭവങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, എല്ലാം ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള സംഭവത്തിനെ തന്നെ പിന്നെയും ഒരു രീതിക്ക് അങ്ങ് എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മെഗ് പോലത്തെ സിനിമയുടെ കുറച്ച് സാധനങ്ങളും കൂടെ കൊണ്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഒരു അവിയൽ പടം, അതായത് കുറേ സിനിമകൾ, കുറേ ഈ ഒരു കൈൻഡ് ഓഫ് മോൺസ്റ്റർ കാറ്റഗറിയിൽ പെടുന്ന സിനിമകളുടെ എല്ലാം കൂടെ ഒരു ഒത്തുചേരൽ, അതൊരു ജുറാസിക് വേൾഡിന്റെ സംഭവത്തിലോട്ട് കൊണ്ടുവച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു തരത്തിലും കണക്ട് ആയില്ല, ഒട്ടും ഒരു ഇൻട്രസ്റ്റോട് കൂടി ഈ ഒരു സിനിമ എവിടെയും കാണാൻ പറ്റിയില്ല. ഒരു സിംഗിൾ പോയിന്റ് പോലും നമുക്ക് അത്രയും ഒരു ഹുക്ക് തരുന്ന ഒരു ഇതുപോലെ ഫീൽ ചെയ്തില്ല. കുറെ സീക്വൻസസ് ഒക്കെ ഒരു കോമഡി പരുവത്തിൽ, ഈവൻ അതൊരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചതാണെങ്കിൽ കൂടെ കാണുന്ന മൊമെന്റിൽ നമുക്ക് എന്തോ ഒരു ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമഡി സീൻ കാണുന്ന രീതിക്ക് കാണാനാണ് എനിക്ക് ആക്ച്വലി പറ്റിയത്. എനിക്ക് ആ ഒരു കണക്ഷൻ എവിടെയും കിട്ടിയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഇട്ടങ്ങ് വലിപ്പിക്കുകയാണ്. അതായത് ബോറടിപ്പിച്ച് നമ്മളെ എങ്ങനെ കൊണ്ടുപോകാവോ അതിൻ്റെ ഏറ്റവും പീക്ക്നെസ്സിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നൽകി ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് കയറി ഇവരൊരു ഐലൻഡിലേക്ക് ചെല്ലണം. അവിടന്മാരെ എത്താൻ വേണ്ടി ഇവന്മാരെ കാണിച്ചു കൂട്ടുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോവും. ആ ലെവലിൽ കുറേ പ്രഹസനങ്ങൾ. എന്നിട്ട് പിന്നെ കുറേ തരക്കേടില്ലാത്ത കുറേ സീക്വൻസസ്, അതായത് കുറച്ച് വിഷ്വലി കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ നല്ല സീക്വൻസസ് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മടുപ്പിൽ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റണില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു ഐലൻഡിലേക്ക് അങ്ങ് പോവുകയാണ്. അതായത് ഈ ഒരു വേൾഡിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് കാണുന്ന വേൾഡിൽ ഈ ഡൈനോസേഴ്സ് കാരണം ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഫെസിലിറ്റിയിൽ കുറെ റിസർച്ചും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫെസിലിറ്റിയിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഒരു പ്രധാനപ്പെട്ട സംഭവം, മനുഷ്യന്മാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഇരിപ്പുണ്ട്. ആ സാധനം ആ ഐലൻഡിൽ പോയി എടുക്കാൻ പോകുന്ന ഒരു ടീം അല്ലെങ്കിൽ ഒരു ക്രൂ. ഇപ്പൊ നമ്മുടെ കോങ് സ്കൾ ഐലൻഡിനകത്ത് ആ ഒരു ഐലൻഡിലേക്ക് ഒരു മെഷീനുമായിട്ട് പോകുന്ന ഒരു പരിപാടിയില്ല. അതുപോലെ തന്നെ അതിൽ ഹെലികോപ്റ്ററിലാണ് പോകുന്നതെങ്കിൽ ഇതിൽ കപ്പലിൽ പോകുന്നു. അവിടെ ഒരു ഒലച്ചിൽ വന്ന് എല്ലാവരും കൂടെ താഴെ വീഴുമ്പോഴത്തേന് ഇവിടെ ഒരു ഒലച്ചിൽ വന്ന് നേരെ കടലിൽ നിന്ന് വന്ന് കയറുന്നു. അങ്ങനെ അങ്ങ് പോവാണ് സാധനം. അതായത് എവിടെയും ഏതൊരു പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ കുറച്ച് കോമഡിയൊക്കെ വരുന്ന സീക്വൻസസ് മാത്രമാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് പ്രെഡിക്റ്റബിൾ അല്ലാണ്ട് തോന്നിയത്. ബാക്കി എന്ത് ത്രില്ലിംഗ് ആയിട്ട് ഇന്റൻസ് ആയിട്ടുള്ള സീക്വൻസസ് ആണെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കൊരു ക്യാരക്ടറിനെ കാണുമ്പോൾ, അതായത് ആ ഒരു സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുതിയൊരാൾ വന്നു, ഇവനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവൻ ചാവാനുള്ളതാണ്. കാരണം നമുക്ക് ഈ ടൈപ്പ് ക്യാരക്ടേഴ്സിനെ കണ്ട് പരിചയമായിട്ടുണ്ട്. ഇവരെ എപ്പം എങ്ങനെ ഏത് രീതിക്കൊക്കെ മരിക്കുന്നു നമുക്ക് ഈസി ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു പടം ആക്ച്വലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സിനിമ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഗുമ്മായിട്ട് തോന്നിയില്ല. ചില ആൾക്കാർക്കൊക്കെ എങ്ങനെയായിരിക്കും എന്നറിഞ്ഞോളൂ, ഈ ഒരു ജുറാസിക് വേൾഡ് അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് കൈൻഡ് ഓഫ് സംഭവങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കണക്ട് ആവുമായിരിക്കും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ജുറാസിക് വേൾഡ് മൂവിയൊക്കെ ഭയങ്കരധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു മൂവിയൊക്കെ വേറെ ലെവലായിട്ട് ഫീൽ ചെയ്ത് റിപ്പീറ്റ് അടിച്ച് കണ്ടിരുന്നു. അതായത് സ്റ്റാർ മൂവീസിനകത്തൊക്കെ വരുന്ന സമയത്ത് റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു പടമൊക്കെ ആയിരുന്നു. ആ ഒരു സിനിമയ്ക്കകത്തൊക്കെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അതിലെ ഡൈനോസേഴ്സും അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള കണക്ഷനും പരിപാടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും എങ്ങോട്ടും എവിടെയും കണക്ട് ആവാൻ പറ്റുന്നില്ല. കുറേ ക്യാരക്ടേഴ്സ് വരുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പടം അവസാനിക്കും. അതിനിടയ്ക്ക് കുറേ ഡൈനോസേഴ്സിന്റെ ഒക്കെ കുറച്ച് സീക്വൻസസ് വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കാണാൻ ഒരു മൂഡ് എവിടെയും തോന്നിയില്ല. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.